ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ര സാധാരണമല്ലാത്തൊരു ചെടിയാണ് താമര. താമരയുടെ ട്യൂബർ എടുക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുറ്റം നിറയെ താമരപ്പൂ ഉണ്ടായി നിൽക്കുന്നത് കാണാനുള്ള അതീവ ആഗ്രഹത്തിൽ താമര വാങ്ങിച്ച് ഞാൻ നട്ടു വളർത്തിയതാണ്. ആദ്യം കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ താമരകൾ നിൽക്കുന്നുണ്ടോ, കുറേ പൂക്കളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അതിനുശേഷം ഈ നിപ്പ അവർ നിൽക്കുന്നത്, പൂ ഉണ്ടാകുന്നില്ല. ഇതിനെ നോക്കിക്കേ, കണ്ടോ, ചെറിയ ചെറിയ ഇലകളും കൂടെ ആയി. അങ്ങനെ പൂക്കളും ഉണ്ടാകാതെ അതുപോലെ വളർച്ചയില്ലാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ പറയുന്നത് ഡോർമൻസി സ്റ്റേജ് ആണെന്ന് നമ്മൾ പറയുവേ. ഈ സാഹചര്യമാണ് ഇവരുടെ ട്യൂബർ എടുക്കാൻ ഏറ്റവും പറ്റിയ സമയം. ഇപ്പോൾ ഈ ചെടി ഈ നിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായതാണേ. ഇങ്ങനെ ഏറെ നാൾ നിന്ന് കഴിഞ്ഞാൽ, ഈ ഡോർമെൻ്റ് സ്റ്റേജിൽ ഏറെ നാൾ നിന്ന് കഴിയുമ്പം അതിൻ്റെ ട്യൂബറൊക്കെ അഴുകിപ്പോയൊക്കെ തുടങ്ങും, ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് നോക്കാം, ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ട്യൂബറെങ്കിലും കിട്ടാനുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ഇതിനകത്ത് കുറഞ്ഞ അളവിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. വേണമെങ്കിൽ നമുക്കിതിനെ മറിച്ച് കളയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ മറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വഴിയിലോട്ടൊക്കെ ഒഴുകിപ്പോവും. അപ്പോൾ അത് വഴിയെ വരുന്നവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിനെ ഇങ്ങോട്ട് കോരിയെടുക്കുവാണേ. ഇതിനകത്തുനിന്ന് വെള്ളത്തിനെ കോരിയെടുക്കുക. ഈ അസോള ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം തെളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് അസോള ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ വെള്ളം ഇതിനകത്തുനിന്ന് കോരിയെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ചെരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം തേകിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ വെള്ളം മുഴുവനും കോരിയെടുത്തതിന് ശേഷം കാണിക്കാം. ഇത്രയും വെള്ളം ഞാൻ ഇതിനകത്തുനിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ തെപ്പിയെടുക്കാനായിട്ട് ഇതിനകത്തുനിന്ന് പറ്റത്തില്ല. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തെ മുകളിൽ നിൽക്കുന്ന ഇലകളുണ്ടല്ലോ, ആ ഇലകളെല്ലാം ഒന്ന് മുറിച്ച് മാറ്റണം. ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന ഈ ഇലകളെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുവാണേ. അതൊക്കെ നമുക്ക് ട്യൂബറിനെ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. മാത്രമല്ല, നമ്മളിതിനെ ഇളക്കുന്നതിനോടുകൂടി ഇതിനകത്ത് ഇങ്ങനെ നിന്നിട്ടും കാര്യമില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോവും. അപ്പം ഇതെല്ലാം ഞാനൊന്ന് മുറിച്ചു മാറ്റും. ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന ഈ ഇലകളെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുവാണേ. അതൊക്കെ നമുക്ക് ട്യൂബറിനെ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. മാത്രമല്ല, നമ്മളിതിനെ ഇളക്കുന്നതിനോടുകൂടി ഇതിനകത്ത് ഇങ്ങനെ നിന്നിട്ടും കാര്യമില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോവും. അപ്പം ഇതെല്ലാം ഞാനൊന്ന് മുറിച്ചു മാറ്റും. ഇത് നമുക്കങ്ങ് കളയണം, കാരണം ഇത് നമ്മുടെ പഴയ വെള്ളത്തിനകത്തോട്ടൊന്നും ഒഴിച്ചിടാൻ പറ്റത്തില്ല. ഇനി ഇതിനെ നമുക്ക് കമത്തിയിടണം. അപ്പോൾ ഇതിനകത്ത് കുറേ മണ്ണും ചെളിയും ഒക്കെ താമരയ്ക്ക് വളരാനുള്ളൊരു മീഡിയം ഉണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമുക്കൊരു ചാക്കയിലോട്ടോ അല്ലെങ്കിൽ പാത്രങ്ങളിലോട്ടൊക്കെ നമുക്ക് മാറ്റാം. ചാക്കയിലോട്ട് എങ്ങനെ നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാം ചെളിയാകും, ഈ ചെളി കുറച്ചൊക്കെ പടരും. അപ്പം ഞാൻ ചെയ്യുന്നത്, ഇതിനെ ഒരു പാത്രത്തിലോട്ട് മറിച്ചിടാൻ പോവാം. ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ഇതിനെ മറിച്ചിടുവാണേ. പ്ലാസ്റ്റിക് പാത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് കൊള്ളുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇതിനകത്തേക്ക് ഇതിനെ ഇങ്ങനെ മറിച്ചിടുക. കണ്ടോ, ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ട്യൂബറുകളും റണ്ണറുകളും. അപ്പോൾ ഇതൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് എടുക്കണം. ഇതൊരിനം വെളുത്ത നിറത്തിലുള്ള പൂക്കൾ തരുന്ന താമരയാണ്. അപ്പോൾ കൂടുതലും ഇതിന് റണ്ണറാണ് കാണുന്നത്. വണ്ണം ഉള്ളതിനെ നമ്മൾ ട്യൂബർ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ട്യൂബറാണ്. വണ്ണം കുറഞ്ഞതിനെ നമ്മൾ റണ്ണർ എന്നാണ് വിളിക്കുന്നത്. താമര നട്ടു വളർത്താൻ ട്യൂബർ തന്നെ വേണമെന്നൊന്നുമില്ല, റണ്ണറായാലും മതി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടിപ്പോകാതെ ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കഴുകുന്നതാണ് നല്ലത്. ഇതിനെ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകുവാണേ. കഴുകിയിട്ട് നമുക്ക് പൊട്ടാതെ ഇതിനെ ഒന്ന് പാത്രത്തിലേക്ക് പൊക്കിയെടുക്കണം. അപ്പം അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ റണ്ണർ വന്നിട്ടുണ്ട് കേട്ടോ. റണ്ണർ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഒന്ന് പൊട്ടാതെ ഇതിനകത്തുനിന്ന് പൊക്കിയെടുക്കട്ടെ. അപ്പം നമ്മുടെ വെള്ളമെല്ലാം ഇതിനകത്ത് തന്നെ നിറഞ്ഞു. സൂക്ഷിച്ചെടുത്തില്ലെങ്കിലേ കണ്ടത് ഇതൊരു ട്യൂബറാണ്, പൊട്ടിപ്പോവും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് തന്നെ വീണ്ടും ഇടുക. അപ്പം നമുക്ക് നോക്കാം. എപ്പോഴും കമത്തി ഇടുക, നമുക്ക് ഇതിൻ്റെ റണ്ണറും ട്യൂബറൊക്കെ കിട്ടാൻ നല്ലത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേറെ മുകളിലോട്ടെല്ലാം നിറയെ ഇതിനകത്ത് ട്യൂബറും റണ്ണറുമായിട്ട് വളർച്ച മുരടിച്ചു പോയതുകൊണ്ടാണ് ഇതിൽ പൂക്കളൊന്നും ഉണ്ടാകാതെ നിന്ന് കേട്ടോ.
അപ്പോൾ നമുക്കിതെല്ലാം മാറ്റിയെടുക്കണം. ഇതൊക്കെ കണ്ടോ, നല്ല റണ്ണറാണ്. കുറേയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ വളർച്ച മുരടിച്ചാൽ ഉടനെ നമ്മൾ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കണം, എന്നാലേ നമുക്കിത് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് പറ്റിയിരിക്കുന്നത് എന്നാണെന്നറിയോ, 2 ഇനം താമര ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളർ വ്യത്യാസപ്പെട്ട് കാണുന്നത്. നമുക്ക് പൊക്കിയെടുക്കുമ്പോൾ അതറിയാം. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ട് കാണിക്കാവേ. ഇതിനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കണേ. കൂടുതലും റണ്ണർ ടൈപ്പ് അതിനകത്ത് കിടക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ഓർത്തോണേ, കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. എനിക്കിതിൻ്റെ ആവേശത്തിൻ്റെ കൂടുതൽ കൊണ്ടും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, എനിക്കിതിനകത്തുനിന്ന് നടാൻ കിട്ടുമോ, ഇതൊക്കെ ചീഞ്ഞു പോയി കണ്ടോ. ഒത്തിരി നല്ല ട്യൂബറുകൾ ചീഞ്ഞു പോയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. ഇതൊരു നല്ല ട്യൂബറാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് എടുക്കാവേ. കണ്ടോ, ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ടോ, ഈ കിളുക്കുന്ന ഭാഗമാണിത്. ആ കിളുക്കുന്ന ഭാഗത്തിൻ്റെ 2 എണ്ണം വെച്ചിട്ടാണ് സാധാരണ ആളുകൾ മുറിച്ചെടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു 3 എണ്ണം വെച്ചിട്ടാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇതിന് മുള വന്നോളും കേട്ടോ. ഇതൊക്കെ നല്ല കിളുക്കുന്ന സാധനം. അതുപോലെ ഇത് ഒരു 3 എണ്ണം വെച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ട്യൂബർ എടുക്കാൻ താമസിച്ചു പോയതുകൊണ്ട് കണ്ടോ, അധികം ട്യൂബറും ഇതിനകത്ത് ട്യൂബറും റണ്ണറും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുവാണേ. അപ്പം നമുക്ക് ഇതുപോലത്തെ താമരകളുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ അതിനകത്തുനിന്ന് ട്യൂബറുകൾ പൂക്കളുണ്ടാകാതെ നിൽക്കുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ട്യൂബറും റണ്ണറും മാറ്റുവാണെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിൽ നിന്ന് തൈകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ചീഞ്ഞതാണ് കൂടുതൽ. നമുക്ക് നല്ലതെന്ന് പറയുന്നത് കുറച്ച് മാത്രമാണ് കിട്ടിയിരുന്നത്. ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഇച്ചിരി വണ്ണമുള്ളതുണ്ടല്ലോ, ഈ വണ്ണമുള്ള ട്യൂബറുകളാണെങ്കിൽ അവരെ നമുക്കൊരു 10-12 ദിവസം വരെയൊക്കെ നല്ല വെള്ളത്തിനകത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. സമയത്തിനുള്ളിൽ നട്ടുപിടിപ്പിച്ചാലും മതി. എന്നാൽ ഇതുപോലെയൊക്കെയുള്ള റണ്ണറാണെങ്കിൽ കണ്ടോ, ഇവരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരെല്ലാം തന്നെ കിളിപ്പൊക്കെ വന്നിട്ടുള്ള മുകുളങ്ങളൊക്കെയുള്ള നല്ല തൈകളാണ്. 2 ദിവസത്തിനുള്ളിൽ നട്ടുപിടിപ്പിച്ചാൽ ഇവരെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ താമരയുടെ റണ്ണറുകളോ ട്യൂബറുകളോ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ മഞ്ഞുകാലം തീരുന്നതിനോടുകൂടി നിറയെ പൂക്കൾ ഉണ്ടായിട്ട് കിട്ടും. ഭയങ്കരമായിട്ടുള്ള മഴയുള്ള സമയമുണ്ടല്ലോ, ആ ഭയങ്കരമായിട്ടുള്ള മഴയുള്ള സമയം ഒഴികെയുള്ള എല്ലാ സമയത്തും നമുക്ക് താമരയെ നട്ടു വളർത്താനായിട്ട് പറ്റും. ഇത്രയും ചെറിയ ചെറിയ ട്യൂബറുകളും റണ്ണറുകളും കൂടെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു എടുക്കുന്നതിന് മുന്നേ തന്നെ. ഇപ്പം നമുക്ക് നല്ലോണം ട്യൂബറുകൾ കിട്ടുവാണെങ്കിൽ, കേടില്ലാത്ത ട്യൂബറുകളും റണ്ണറുകളും കിട്ടുവാണെങ്കിൽ എൻ്റെ ആവശ്യം എനിക്കിപ്പോൾ 1, 2, 3 എണ്ണം മതി. അതിനുശേഷമുള്ളത് നിങ്ങൾക്കും കൂടെ തരാമെന്ന്. ഇതെനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. ആരെങ്കിലും വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടോ കേട്ടോ, ഞാനിത് നിങ്ങൾക്കും കൂടെ തരാം. എനിക്കൊരു 1, 2 എടുത്താൽ മതി, അതിൻ്റെ ബാക്കി തരാം. ഇന്ന് നമ്മളിത് എടുത്തിരിക്കുമല്ലേ, അടുത്ത ദിവസം ഞാനിത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയും കൂടെ ഇട്ട് തരാവേ. അറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മുഞ്ഞയുടെയോ മറ്റ് കീടങ്ങളുടെയോ ശല്യമില്ലാതെ പയർ വളർത്തി എങ്ങനെ വിളവെടുക്കാം എന്ന്. അപ്പം നമുക്ക് ആ ഉണ്ടായിരിക്കുന്ന പയറൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളന്ന് കാണിച്ചു തന്നിരുന്ന പയറ്. കണ്ടോ, ഒരു കീടശല്യം ഇല്ലാതെ, മുഞ്ഞയുടെ ശല്യമൊന്നും ഇല്ലാതെ പയറുണ്ടായി കിടക്കുന്നത് കണ്ടോ. ഇത് ഒരു ചുവട് പയറാണ്. ഇതേപോലെ കണ്ടോ, മേളിലോട്ടൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ലോണം വിളഞ്ഞിരിക്കുന്ന പയറുണ്ട്. ഞാനതങ്ങ് പറിച്ചെടുക്കുക. അല്ലെങ്കിൽ തത്തമ്മയുടെ ശല്യമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കിടന്ന് ഇതേപോലെ തന്നെ വലുതാകുന്നതാണ് ഈ പയറും. അപ്പോൾ ഈ പയറിൻ്റെ വിത്തെന്ന് പറയുന്നത് ഇതാണേ. ഈ വിത്തുകൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി ആയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ പയറാണ്. ഇതിനേക്കാൾ നല്ല ഇനം ഒരു പയറാണ് ഇത്. കണ്ട, നാംധാരി സീഡെന്ന് പറയും. വളരെ നല്ല പയറാണ്. നേരത്തെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വന്നിരിക്കുന്നത് പൊട്ടുവെള്ളരി കണ്ടോ. അതുപോലെ നല്ല വലിയ ചുവന്ന ഇലകളുള്ള ചീര. ഇത് വെള്ള മാലാഖ വഴുതനയാണ്. ഇത് കുറ്റി അമരയാണ് കണ്ടോ. ഇത് കൂടാതെ ഇത് ചുവന്ന വെണ്ട, ഇത് നീളൻ പീച്ചിൽ, ഇത് കുറ്റിപ്പയർ, ഇത് ചുവന്ന നിറത്തിൽ തന്നെയുള്ള ഇതേപോലെ നീളം വയ്ക്കുന്ന പയറാണ് ഇത്. ഇങ്ങനെയുള്ള പല ഇനം വിത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിത്തുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ ഞാനൊരു വാട്സാപ്പ് നമ്പർ കാണിച്ചേക്കാം. അപ്പോൾ ആ വാട്സാപ്പ് നമ്പറിൽ കൂടെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വിത്തുകൾ ഞാൻ എത്തിച്ചു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.